എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൊടുകറിയാണ് കൂട്ടുകറി. നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ചേന, കായ, അതുപോലെ തന്നെ കടലയാണ്. വേറെയും പച്ചക്കറികൾ ഇതിലേക്ക് ചേർക്കാറുണ്ട്. നമ്മൾ ഈ 3 വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേന വേണം. ഒരു മീഡിയം പീസ് ചേനയാണ് എടുത്തിരിക്കുന്നത്. ഒരു 150 ഗ്രാം ഉണ്ടാകും. പിന്നെ ഒരു വലിയൊരു പച്ചക്കായുടെ പകുതി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ചേനയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കൈ ചൊറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് നിങ്ങൾക്ക് അരിയാവുന്നതാണ്. പിന്നെ കായ ചെറുതായിട്ട് നമ്മൾ തൊലി ഒന്ന് ഇതുപോലെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. കുറച്ച് തൊലി അതിലിരിക്കണം. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിനി ഇത് അരിഞ്ഞിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ചേന അതുപോലെ തന്നെ കായ അരിയേണ്ട ചെറിയ ചെറിയ ക്യൂബുകളാക്കിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു വലിപ്പത്തിൽ നമ്മൾ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. നല്ലതായിട്ട് വേവുന്ന ചേനയാണ് ഇത്. അതുപോലെ തന്നെ കായും ഒന്ന് അരിഞ്ഞെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം മുഴുവനായിട്ടും ചേർക്കാം. നമ്മളിവിടെ കുറച്ച് അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പകുതിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ കിട്ടുന്ന പച്ചക്കായ കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുമ്പം നമ്മളിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിലാണ് അടിച്ചെടുക്കുന്നത്. 1 വിസിലടിക്കുമ്പോഴത്തേക്ക് ചേനയും കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി കൂടുതൽ വേവുള്ള ചേനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് അളിഞ്ഞു പോകരുത്. ഇനി നമ്മളൊരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് 2 എരിയുള്ള പച്ചമുളക് ഇടുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പം ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് അരച്ച് എടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചാൽ മതി. ഇതേസമയം നമ്മുടെ ചേനയും കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മളിനി വറ്റിച്ച് എടുക്കും. അപ്പോൾ തീ ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തരിതരിപ്പായിട്ട് ആണ് അരച്ചിരിക്കുന്നത്. എന്നാൽ അവിയലിനെക്കാട്ടിലും കുറച്ചുകൂടെ അരയും വേണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേ സമയം നമ്മളിതിലേക്ക് 1 കപ്പ് വേവിച്ച കടല കൂടെ ചേർക്കുന്നുണ്ട്. കറുത്ത കടലയാണ് ചേർക്കേണ്ടത്. കടലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിലേക്ക് കടല ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടുന്നതിനായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 ടീസ്പൂണോ ടേബിൾ സ്പൂണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. ഉഴുന്നുപരിപ്പും ജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ തേങ്ങയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1/4 മുറി തേങ്ങ മുതൽ 1/2 മുറി തേങ്ങ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഈ തേങ്ങ ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം. ഒരു ബ്രൗൺ നിറാകുന്ന വരെ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. അപ്പോഴാണ് കൂട്ടുകറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നത്. ഇതേസമയം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ മാറി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഒരു 2 ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ വറുത്തിങ്ങനെ തേങ്ങ ഇടുമ്പോഴാണ് കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കാം. കുറച്ചുകൂടി ഇരിക്കുന്നതോറും ഇത് ഒന്നുകൂടെ കട്ടിയായിട്ട് വരും. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൊടുകറിയാണ്. അവസാനം കുറച്ച് കടുകും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്.
ഈ ഓണസദ്യക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ കൂട്ടുകറി ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട ഓണത്തിൻ്റെ റെസിപ്പീസ് കാണാത്തവരാണെങ്കിൽ അതുകൂടി കണ്ടു നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്